ധ്യാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്വയോഗി, സംപൂജ്യനായ ഗുരു ബോധിസത്വൻ മാധവാചാര്യന്റെ ശിഷ്യനും തപോവനം സിദ്ധാശ്രമം ട്രസ്റ്റിന്റെ സെക്രട്ടറിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നിർവാണ യോഗയുടെ ഡയറക്ടറുമാണ്. ഇന്ന് ലോകമെമ്പാടും ഒരുപാട് ആൾക്കാർ ധ്യാനം ചെയ്യുന്നവരുണ്ട്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൊക്കെ ധ്യാനം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അവരുടെ അനുഭവം പങ്കുവെക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ട ഒരു കാര്യം ഇതാണ്: ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവങ്ങളുടെ രൂപങ്ങൾ കാണാറുണ്ട് എന്ന് പറയാറുണ്ട്. പലപ്പോഴും ഇത് ഒരു ദിവ്യ ദർശനം കിട്ടിയതായി തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. പലപ്പോഴും ശരിയായ രീതിയിൽ ധ്യാനം അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഇത് പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഈശ്വരന്റെ ദർശനം കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് ധ്യാനത്തിൽ നിന്നും വഴിതെറ്റിച്ച് ഹലൂസിനേഷൻ പോലുള്ള അവസ്ഥകളിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത് കാണാറുണ്ട്. ഗുരുജി പഠിപ്പിക്കുന്നത് ധ്യാനം എന്നത്, അല്ലെങ്കിൽ ധ്യാനം എന്ന അവസ്ഥയിൽ ചിന്തകളൊക്കെ കുറഞ്ഞ് ചിന്തകൾ ഇല്ലാതായി ഏകാഗ്രമായി ഇരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. പലപ്പോഴും ഒരുപാട് തരം ധ്യാന രീതികൾ ഉള്ളതിൽ ഇന്ന് ഒരുപാട് ആൾക്കാർ ശ്വാസവും മനസ്സും ഒന്നിച്ച് നിർത്തിക്കൊണ്ടുള്ള ആനാപാനസതി മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ട്. ഈ ആനാപാനസതി മെഡിറ്റേഷൻ എന്നത് 2500 വർഷങ്ങൾക്ക് മുൻപ് ഗൗതമ ആചാര്യൻ എന്ന ഗൗതമ ബുദ്ധൻ ലോകത്തിന് നൽകിയിട്ടുള്ള വിപസ്സന എന്ന മഹത്തായ ധ്യാന രീതിയുടെ ആദ്യത്തെ ഭാഗമാണ്. അത് പിന്നീട് ഈ ധ്യാന രീതിയിൽ ഒരുപാട് കലർപ്പുകളൊക്കെ കൊണ്ടുവന്ന് പല തെറ്റായ പ്രവണതകളും പരിശീലിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്ന്, ഉദാഹരണത്തിന് ശ്വാസം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനോടൊപ്പം വേറെ മ്യൂസിക് ഒക്കെ കൂടെ ഇട്ട് ഇതിന്റെ കൂടെ ചേർത്ത് അതിന്റെ ശരിയായിട്ടുള്ള ഫലം ലഭിക്കാതെ ചെയ്യുന്ന ആൾക്കാർ ആ മ്യൂസിക്കിന്റെ ശബ്ദം കേട്ട് അതിൽ രമിച്ചിരിക്കുന്ന ഒരവസ്ഥയിലോട്ടൊക്കെ പോകുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ പല കൂട്ടിച്ചേർക്കലുകളും കൊണ്ടുവന്ന് അതിന്റെ എസൻസ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരിയായ രീതിയിൽ ആനാപാനസതി ധ്യാനം ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടുള്ള ശ്വാസത്തോടൊപ്പം മനസ്സിനെ നിർത്തി, അല്ലെങ്കിൽ സ്വാഭാവികമായി നടക്കുന്ന ശ്വാസോച്ഛ്വാസത്തെ നാസാദ്വാരങ്ങളുടെ അറ്റത്ത് മനസ്സിനെ നിർത്തിക്കൊണ്ട് അവിടെ നിരീക്ഷിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഇത് ചെയ്തു വരുന്ന സമയത്ത് ഒരുപാട് ചിന്തകൾ കടന്നു വരും. ചിലപ്പോൾ നമ്മൾ ആദ്യം വരുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളായിരിക്കും ആദ്യം കടന്നു വരിക. ധ്യാനത്തിൽ മുന്നേറുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഇല്ലാതായി പിന്നെ ഉപബോധ മനസ്സിൽ നിന്ന് ഉള്ള ചിന്തകൾ പുറത്തേക്ക് വരാൻ തുടങ്ങും. പലപ്പോഴും നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് യാതൊരു പരസ്പര ബന്ധവുമില്ലാത്ത ചിന്തകളൊക്കെ കടന്ന് വന്ന് പോകുന്ന ഒരവസ്ഥയുണ്ടാകും. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഉള്ളിലുള്ള പല സ്മരണകളും ഉണർന്നു വരുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ടാകും. ഇതൊക്കെ തന്നെ ഒരു പൂർണ്ണനായ ഗുരുവിന് മാത്രമേ പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പഠിപ്പിച്ചു തരാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വിഷയത്തിൽ പ്രത്യേകിച്ചും ഈ ദൈവങ്ങളുടെ രൂപങ്ങൾ കാണുക എന്ന ഒരു അനുഭവം പലരും പറയുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വരന്റെ ദർശനം കിട്ടിയതാണ് എന്നൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ തന്നെ മനസ്സിലുള്ള ദൈവത്തെക്കുറിച്ചുള്ള നമ്മൾ കുട്ടിക്കാലങ്ങളിൽ കണ്ടും കേട്ടും പഠിച്ചും അറിഞ്ഞും വളർന്ന് വന്ന സമയത്ത് നമ്മളിൽ പതിഞ്ഞ ഒരു രൂപമാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. ചില ആൾക്കാർ ഗണപതിയുടെ രൂപം കാണാറുണ്ട്, ചില ആൾക്കാർ യേശുക്രിസ്തുവിനെ കണ്ടു എന്ന് പറയാറുണ്ട്, ചില ആൾക്കാർ ശിവനെ കണ്ടു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളുടെ തന്നെ മനസ്സിൽ ഉള്ള ദൈവത്തെക്കുറിച്ച് നേരത്തെ കടന്നുകൂടിയിട്ടുള്ള സങ്കല്പങ്ങളും രൂപങ്ങളും ഒക്കെയാണ് ധ്യാനിക്കുന്ന സമയത്ത് ഇത് ബോധ മനസ്സിൽ വരികയും നമ്മൾ കാണുകയും ചെയ്ത് പോകുന്നവയാണ്. അപ്പോൾ അതിനെ ഈശ്വര സാക്ഷാത്കാരമായിട്ടോ അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് ആയിട്ടോ
അല്ലെങ്കിൽ നമുക്ക് ഈശ്വരന്റെ ദർശനം കിട്ടിയതായിട്ടൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ച് അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അവിടെ ധ്യാനം എന്ന അവസ്ഥ അല്ലെങ്കിൽ അതിൽ നിന്ന് മുന്നേറാൻ ഉള്ള അവസരം അവിടെ നഷ്ടപ്പെടുകയും മനസ്സിന്റെ തന്നെ ചില അവസ്ഥകളിലൂടെ കടന്നുപോയി അവസാനം ഹലൂസിനേഷൻ പോലുള്ള അവസ്ഥകളിലൊക്കെ എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ശരിയായ രീതിയിൽ ധ്യാനം പരിശീലിക്കണമെങ്കിൽ പൂർണ്ണനായ ഒരു ഗുരുവിൽ നിന്നാണ് അത് പഠിക്കേണ്ടതും, അത് ആ ഗുരുവിന്റെ ഉപദേശമനുസരിച്ചാണ് സാധന ചെയ്യേണ്ടതും അതിലൂടെ മുന്നേറേണ്ടതും. അതിന് സഹായകമായിട്ട് നിങ്ങൾക്ക് ഈ ധ്യാനം ചെയ്യാൻ സൗജന്യമായിട്ട് പരിശീലിക്കാൻ യൂട്യൂബിൽ തന്നെ എൻ്റെ ഗുരുനാഥൻ ധ്യാനം ചെയ്യിപ്പിക്കുന്ന ഒരു വീഡിയോ അവൈലബിൾ ആണ്. അത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ധ്യാനം പരിശീലിക്കാം. അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും അതല്ല കൂടുതൽ പഠിക്കേണ്ട ആവശ്യകത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാം. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ 6 മണി വരെ ലൈവായിട്ട് ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ധ്യാനം ചെയ്യാം. തുടർന്ന് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ആ വീഡിയോ ഇട്ട് നിങ്ങൾക്ക് ആ നിർദ്ദേശങ്ങൾ കേട്ട് നിങ്ങൾക്ക് ധ്യാനം പരിശീലിക്കാം. അടുത്ത ഒരു വിഷയവുമായി വീണ്ടും കാണാം. ജയ് മാതാജി.